ഇന്ന് എങ്ങോട്ടാണ് കേരളം എന്ന് അറിയാൻ പോകുന്ന ദിവസമാണ്. ഇത് കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പല്ല, ഒരു ദിശാസൂചികയാണ്. കേരളം എന്ത് ചിന്തിക്കുന്നു എന്നറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. 4 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ചുവന്ന് തുടുത്തിരിക്കുമോ കേരളം, അതോ ത്രിവർണ്ണ കേരളമാണോ? കാവിക്ക് എത്ര മുൻതൂക്കമുണ്ടാകും? നമ്മൾ അറിയാൻ പോകുന്ന നിമിഷങ്ങളാണ്. കൃത്യം 8 മണിക്ക് വോട്ടെണ്ണുമ്പോൾ 941 ഗ്രാമപഞ്ചായത്തുകളുടെയും 152 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും 14 ജില്ലാ പഞ്ചായത്തുകളുടെയും റിസൾട്ട് മാത്രമായിരിക്കില്ല വരിക, കേരളത്തിന്റെ റിസൾട്ട് വരികയാണ്. ആ റിസൾട്ട് എങ്ങോട്ടായിരിക്കും? ഇവിടെ ഒരു ടെമ്പോ സെറ്റ് ചെയ്താൽ എങ്ങോട്ടാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാവും. ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്താൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാം. ഇതിലൊരു കനത്ത തിരിച്ചടി, ഇപ്പോൾ LDF കനത്ത തിരിച്ചടി ആണുണ്ടാകുന്നതെങ്കിൽ പിണറായി 3.0 എന്ന സ്വപ്നം അവിടെ മങ്ങുകയാണ്. ഇനി UDF കനത്ത തിരിച്ചടിയാണ് ഉണ്ടാവുന്നത് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ബാൻഡ് വാഗൺ അവിടെ നിന്നു പോവുകയാണ്. അതുകൊണ്ട് എങ്ങനെയും ജയിക്കണം എന്ന് ഒരുങ്ങി പുറപ്പെട്ട് നടത്തിയ തെരഞ്ഞെടുപ്പാണ്. ഉപരിതലത്തിൽ ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഗ്രൗണ്ടിൽ അതിനേക്കാൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. രതീഷ്, ഇന്നലെ രാത്രിയാകുമ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിന്റെയും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ചെറിയ സംശയത്തിന്റെയും ലാഞ്ചനകൾ വരുന്നു. ഉടൻ തന്നെ ഇടത് നേതാക്കൾ വെറുതെ കിനാവ് കാണുകയാണ് എന്ന് പറയുന്നു. പലയിടത്തും ഒരു 2020 ക്രിക്കറ്റ് മാച്ചിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള അനിശ്ചിതത്വമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം.